നമസ്കാരം. ഇന്ത്യയിൽ ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളെ കുറിച്ചൊന്നും ഉയർന്നു കേട്ടിട്ടില്ലാത്ത ആക്ഷേപങ്ങളാണ് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യസന്ധതയും സുതാര്യതയും വിശ്വാസ്യതയും ഒക്കെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയിൽ സംശയം പ്രകടിപ്പിച്ച് ഇന്ത്യ മുന്നണി നേതാക്കൾക്ക് കത്തയച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രംഗത്ത് വന്നതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. ആദ്യ 2 ഘട്ട വോട്ടെടുപ്പിലെ പോളിംഗ് കണക്കുകളിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഖാർഗെയുടെ കത്ത്. അന്തിമ കണക്കുകൾ പുറത്തുവിടുന്നതിൽ കാലതാമസം വരുത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളിൽ സംശയം ജനിപ്പിക്കുന്നുണ്ടെന്ന് ഖാർഗെ കത്തിൽ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ഉം 2ഉം ഘട്ടങ്ങളിലെ അന്തിമ വോട്ടിംഗ് ശതമാനം പുറത്തുവിടുന്നതിൽ കാലതാമസം വരുത്തിയിരിക്കുകയാണ് കമ്മീഷൻ. ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഇത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 11 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു കമ്മീഷൻ അന്തിമ കണക്ക് പുറത്തുവിട്ടത്. സാധാരണ നിലയിൽ 24 മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ കണക്കുകൾ പുറത്തുവിടാറുണ്ട്. 1ഉം 2ഉം ഘട്ടങ്ങളിലെ അന്തിമ വോട്ടിംഗ് ശതമാനം പുറത്തുവിടുന്നതിൽ വരുത്തിയ കാലതാമസം കണക്കിൽ ഗുരുതരമായ സംശയങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. തന്റെ 52 വർഷത്തെ തെരഞ്ഞെടുപ്പ് ജീവിതത്തിൽ അന്തിമ കണക്കിൽ ഇത്രയേറെ വർധനവ് വരുന്നതായി കണ്ടിട്ടില്ല എന്നും അദ്ദേഹം കത്തിൽ പറഞ്ഞു. ഏപ്രിൽ 19 നടന്ന ആദ്യഘട്ടത്തിൽ 60%, ഏപ്രിൽ 26 നടന്ന 2ാം ഘട്ടത്തിൽ 60.96% പോളിംഗ് നടന്നുവെന്നായിരുന്നു കമ്മീഷന്റെ ആദ്യ കണക്ക്. എന്നാൽ പിന്നീട് പുറത്തുവിട്ട അന്തിമ കണക്കിൽ ആദ്യഘട്ടത്തിൽ 66.14% എന്നും 2ാം ഘട്ടത്തിൽ 66.71% എന്നുമാണ് രേഖപ്പെടുത്തിയത്. കാലതാമസത്തിന് പുറമെ ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും അതത് അസംബ്ലി മണ്ഡലങ്ങളിലും പോൾ ചെയ്ത വോട്ടുകൾ പോലെയുള്ള നിർണായകമായ വിവരങ്ങൾ കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ലെന്നും ഖാർഗെ കത്തിൽ ചൂണ്ടിക്കാട്ടി. 24 മണിക്കൂറിനുള്ളിൽ തന്റെ കണക്കുകൾ പുറത്തുവിട്ടിരുന്നുവെങ്കിൽ നിർണായക കണക്കുകൾക്കൊപ്പം മണ്ഡലങ്ങളിൽ ഉടനീളം വർധനവുണ്ടായിട്ടുണ്ടോ അതോ 2019 ഭരണകക്ഷി മോശം പ്രകടനം കാഴ്ചവെച്ച മണ്ഡലങ്ങളിൽ മാത്രമാണോ കുറഞ്ഞ കണക്ക് രേഖപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു എന്നും ഖാർഗെ പറഞ്ഞു. ഇതിന്റെയെല്ലാം ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റെടുക്കുമോ എന്നും ഖാർഗെ തന്റെ കത്തിൽ ചോദിച്ചു. ആദ്യ 2 ഘട്ടത്തിലെയും വോട്ടിംഗ് കണക്കുകൾ BJPയെയും പ്രധാനമന്ത്രിയെയും അസ്വസ്ഥമാക്കിയിട്ടുണ്ടെന്നും ഖാർഗെ വിമർശിച്ചു. അധികാരത്തിന്റെ ലഹരിയിൽ ഇരിക്കുന്ന സ്വേച്ഛാധിപത്യ ഭരണകർത്താക്കൾ ഭരണത്തിൽ തുടരാൻ ഏതറ്റം വരെയും പോകുമെന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാമെന്നും ഖാർഗെ പറഞ്ഞു. കണക്കുകളിലെ പൊരുത്തക്കേടുകൾക്കെതിരെ ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തണമെന്നും അദ്ദേഹം സഖ്യകക്ഷി നേതാക്കളോട് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ രാജിയും സുപ്രീം കോടതി നിർദ്ദേശം മറികടന്ന് തുടർന്ന് നടത്തിയ നിയമനവും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ കാറ്റിൽ പറത്തി പ്രധാനമന്ത്രി നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ അമാന്തിച്ചതും ഒടുവിൽ വിദ്വേഷ പ്രസംഗ പരാതിയിന്മേൽ പ്രധാനമന്ത്രിക്ക് പകരം പാർട്ടിക്ക് നോട്ടീസ് നൽകിയതും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുയർന്ന ആക്ഷേപങ്ങളുടെ നീണ്ട നിരക്കൊടുവിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കണക്കുകളുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ആക്ഷേപം കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത്. ഇതിന് കമ്മീഷൻ എങ്ങനെ മറുപടി പറയും എന്നതാണ് ഏവരും പ്രതീക്ഷിക്കുന്ന $1 മില്യൺ ഉത്തരം.